നമസ്കാരം. ലെബനനിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ വൻ മുന്നേറ്റം. തെക്കൻ ലെബനിലെ ലിറ്റാനി നദിക്ക് പിന്നാലെ സഹ്റാനി നദി വരെയുള്ള മേഖലകളിലേക്ക് അധിനിവേശം വ്യാപിപ്പിക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടു. 24 വർഷത്തിനു ശേഷം തന്ത്രപ്രധാനമായ ബൂഫോക്കോട്ടോ ഇസ്രായേൽ സൈന്യം തിരിച്ചുപിടിച്ചെന്ന വാർത്തയും ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഹോട്ടൽ ജീവനക്കാരുടെ നടുവൊടിച്ച് വാണിജ്യ LPGക്ക് വില വർദ്ധിപ്പിച്ചെന്ന വാർത്തയും വരുന്നുണ്ട്. വിൽമ പാലിൻ്റെ 4 രൂപ വർധനവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. ലെബനനിൽ ഇസ്രായേൽ സേന മുന്നേറ്റം. തെക്കൻ ലെബനനിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് മുന്നേറാൻ സൈന്യത്തിന് ഉത്തരവ് നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹിസ്ബുല്ല ചെറുത്തുനിൽപ്പ് തുടരുന്നതിനിടെ തന്ത്രപ്രധാനമായ ബൂഫോക്കോട്ടോ ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തു. 2000-ൽ അധിനിവേശം അവസാനിപ്പിച്ച് ഇസ്രായേൽ പിന്മാറിയ ശേഷം ഇതാദ്യമായാണ് 900 വർഷം പഴക്കമുള്ള ബൂഫോക്കോട്ട പിടിക്കുന്നത്. തെക്കൻ ലെബനിലെ ലിറ്റാനി നദി വരെയുള്ള പ്രദേശങ്ങൾ നിലവിലുള്ള ഇസ്രായേൽ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ഇവിടെ നിന്നും 10 കിലോമീറ്റർ തെക്കോട്ട് സഹ്റാനി നദി വരെയുള്ള മേഖലയിലാണ് സേനാ നീക്കം നടക്കുന്നത്. ഹിസ്ബുല്ലയുടെ നിയന്ത്രണത്തിലുള്ള മുഴുവൻ പ്രദേശങ്ങളും പിടിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞു. 12 ലക്ഷത്തിലേറെ പേരാണ് ലെബനനിൽ കഴിഞ്ഞ 2 മാസത്തിനിടെ ഒഴിപ്പിക്കപ്പെട്ടത്. 3370 പേർ കൊല്ലപ്പെട്ടു. ഞായറാഴ്ച നടന്ന ആക്രമണങ്ങളിൽ 12 പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ സൈന്യത്തിനു നേരെ ശക്തമായ ആക്രമണം നടത്തിയെന്നും ഒരു ഡ്രോണിനെ വീഴ്ത്തിയെന്നും ഹിസ്ബുല്ല നേതൃത്വം പറഞ്ഞു. അതേസമയം ആക്രമണം അവസാനിപ്പിക്കണമെന്ന് വിവിധ ലോകരാജ്യങ്ങളും ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന താൽക്കാലിക വെടിനിർത്തലിൻ്റെ 55-ാം ദിവസം കുവൈറ്റിന് നേരെ വ്യോമാക്രമണം. ഇന്ന് പുലർച്ചെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ലക്ഷ്യമിട്ടെത്തിയ ശത്രുക്കളുടെ മിസൈലുകളും ഡ്രോണുകളും തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തടഞ്ഞെന്ന് കുവൈറ്റ് സായുധ സേനയുടെ ജനറൽ സ്റ്റാഫ് അറിയിച്ചു. ആക്രമണ ഭീഷണിയെ തുടർന്ന് രാജ്യത്തുടനീളം അപായ സൈറണുകൾ മുഴങ്ങി. വിവിധയിടങ്ങളിൽ കേൾക്കുന്ന ഉഗ്രസ്ഫോടന ശബ്ദങ്ങൾ ശത്രുക്കളുടെ ലക്ഷ്യങ്ങളെ വ്യോമ പ്രതിരോധ സംവിധാനം ആകാശത്തു വെച്ചു തന്നെ തകർക്കുന്നതിന് ഉണ്ടെന്നും സൈനിക വക്താക്കൾ സ്ഥിരീകരിച്ചു. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് സുരക്ഷാ മന്ത്രാലയങ്ങളും ബന്ധപ്പെട്ട അധികാരികളും പുറപ്പെടുവിക്കുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ കർശനമായി പാലിക്കണമെന്നും ഭരണകൂടം ആവശ്യപ്പെട്ടു. രാജ്യത്ത് വാണിജ്യ സിലിണ്ടറിൻ്റെ വില വീണ്ടും വർദ്ധിപ്പിച്ചു. 19 കിലോഗ്രാമിൻ്റെ വാണിജ്യ സിലിണ്ടറുകളുടെ വില 42 രൂപ കൂട്ടി. പുതിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. കൊച്ചിയിൽ ഒരു സിലിണ്ടറിൻ്റെ വില 46 രൂപ വർദ്ധിച്ച് 3131 രൂപയായി. തുടർച്ചയായി ഉണ്ടാകുന്ന വില വർധനവ് ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, കാറ്ററിംഗ് മേഖലകളെ കടുത്ത പ്രതിസന്ധിയിലാക്കി. വരും ദിവസങ്ങളിൽ ഹോട്ടൽ ഭക്ഷണങ്ങൾക്ക് വില കൂട്ടാൻ ഉടമകൾ നിർബന്ധിതരായേക്കുമെന്നാണ് സൂചന. വൻകിട റെസ്റ്റോറൻറ്റുകളേക്കാൾ ഉപരിയായി ദൈനംദിന വരുമാനത്തെ ആശ്രയിച്ചു കഴിയുന്ന വഴിയോര കച്ചവടക്കാരെയും ചെറുകിട ഹോട്ടൽ ഉടമകളെയുമാണ് ഈ വിലക്കയറ്റം ഏറ്റവും സാരമായി ബാധിക്കുക. മിൽമ പാൽ വില വർധന ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുന്നത്. ഇതിൽ 3 രൂപ 35 പൈസ ക്ഷീര കർഷകനും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. ഉൽപ്പാദന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ ക്ഷീര കർഷകരെ ഈ മേഖലയിൽ നിലനിർത്തുന്നതിന് വില വർധനവ് അനിവാര്യമാണെന്ന് മിൽമ ചെയർമാൻ KS മണി പറഞ്ഞു. നിലവിലുള്ള പാൽ കവറുകളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ പഴയ വില അതിൽ അച്ചടിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. മിൽമ പുറത്തിറക്കുന്ന തൈര്, മോര് എന്നിവ അടക്കമുള്ള അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും വില കൂടും. ജൂണിലും വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് 4 കിലോഗ്രാം അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. കഴിഞ്ഞ മാസവും ഇതേ അളവിലായിരുന്നു റേഷൻ വിഹിതം. നീലക്കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോഗ്രാം വീതം അരി കിലോഗ്രാമിന് 4 രൂപയ്ക്ക് നൽകും. വെള്ള, നീല കാർഡ് ഉടമകൾക്ക് അതാത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 4 കിലോഗ്രാം വരെ ലഭിക്കും. ആട്ട കിലോഗ്രാമിന് 17 രൂപ നിരക്കിൽ നൽകും. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ക്വാർട്ടറിൽ വൈദ്യുതിയുള്ള വീടുകളിലെ മഞ്ഞക്കാർഡിന് 1 ലിറ്ററും പിങ്ക്, നീല, വെള്ളക്കാർഡ് ഉടമകൾക്ക് 1/2 ലിറ്റർ വീതവും മണ്ണെണ്ണ ലഭിക്കും. വൈദ്യുതിയില്ലാത്ത വീടുകളിലെ കാർഡ് ഉടമകൾക്ക് ആകെ 6 ലിറ്റർ മണ്ണെണ്ണ നൽകും. ജൂണിലെ റേഷൻ വിതരണം നാളെ ആരംഭിക്കും. സ്റ്റോക്ക് ക്രമീകരണത്തിൻ്റെ ഭാഗമായി ഇന്ന് റേഷൻ കടകൾക്ക് അവധിയാണ്. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണത്തിന് സ്റ്റേ ഇല്ല. ED അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CMRL
സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. കേസിൽ അടിയന്തരമായി ഇടപെടാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയ കോടതി അന്വേഷണവുമായി ഇഡിക്ക് മുന്നോട്ടു പോകാമെന്നും ഉത്തരവിട്ടു. ഇതോടെ CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് വേഗത്തിൽ കടക്കാൻ അന്വേഷണ ഏജൻസിക്ക് വഴിയൊരുങ്ങിയിരിക്കുകയാണ്. രാജ്യത്തെ നിർമ്മാണ മേഖല കുതിക്കുന്നു. മെയ് മാസത്തിൽ ശക്തമായ വളർച്ച കൈവരിച്ചതായി S&P ഗ്ലോബൽ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വ്യാവസായിക വളർച്ചയുടെ പ്രതിഫലനമാണ് മാനുഫാക്ചറിംഗ് PMI സൂചിക മെയ് മാസത്തിൽ 3 മാസത്തെ ഏറ്റവും ഉയർന്നിരക്കായ 55-ലെത്തിയത്. ഏപ്രിൽ മാസത്തിൽ 54.7 ആയിരുന്നു. PMI സൂചികയാണ് മെയ് മാസത്തിൽ 55 എന്ന നേട്ടത്തിലേക്ക് ഉയർന്നത്. മുൻപ് കണക്കാക്കിയിരുന്ന താൽക്കാലിക പ്രവചനങ്ങളെക്കാൾ മികച്ച പ്രകടനമാണ് നിർമ്മാണ മേഖല കാഴ്ചവെച്ചത്. PMI സൂചിക 50-ന് മുകളിൽ നിൽക്കുന്നത് ഈ മേഖലയിലെ വലിയ വളർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. ആഭ്യന്തര വിപണിയിൽ നിന്നുള്ള ശക്തമായ ആവശ്യകതയാണ് പുതിയ ഓർഡറുകൾ കുത്തനെ ഉയരാൻ കാരണമായത്. എന്നാൽ ഏഷ്യ, യൂറോപ്പ്, പശ്ചിമേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് മികച്ച ഡിമാൻഡ് ഉണ്ടായിട്ടും കയറ്റുമതി മേഖലയിലെ വളർച്ചാ നിരക്ക് ഏപ്രിലിനെ അപേക്ഷിച്ച് നേരിയ തോതിൽ കുറഞ്ഞു. ചൈനീസ് കമ്പനികളുടെ വിദേശത്തുള്ള ഉപകമ്പനികൾക്കും AI ചിപ്പുകൾ നൽകുന്നതിന് അമേരിക്ക നിയന്ത്രണം ഏർപ്പെടുത്തി. കയറ്റുമതി നിയന്ത്രണങ്ങളിലെ പഴുതുകൾ അടയ്ക്കുന്നതിൻ്റെ ഭാഗമായാണ് വാണിജ്യ വകുപ്പ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. ചൈനയിൽ ആസ്ഥാനമായി ഈ മാതൃകമ്പനിയോ ഉള്ള എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും അത്യാധുനിക AI ചിപ്പുകൾ കൈമാറുന്നതിന് ലൈസൻസ് നിർബന്ധമാണെന്ന് US ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് സെക്യൂരിറ്റി അറിയിച്ചു. നിലവിലുള്ള കയറ്റുമതി നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് ഈ നടപടിയെന്ന് അധികൃതർ അവകാശപ്പെട്ടു. ചലച്ചിത്ര മേഖലയിലെ ഏതൊക്കെ കാര്യങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്നതിൽ സിനിമാ സംഘടനകളുടെ അഭിപ്രായം തേടി സർക്കാർ. ഇതിനായി ചൊവ്വാഴ്ച ചലച്ചിത്ര മേഖലയിലെ സംഘടനാ പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് നടക്കും. സിനിമയുടെ ചുമതലയുള്ള സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥാണ് യോഗം വിളിച്ചത്. നയപ്രഖ്യാപനത്തിൽ സിനിമയെപ്പറ്റി കാര്യമായി പരാമർശിക്കുന്നതും സിനിമാ സംഘടനകളുമായി സർക്കാരിൻ്റെ പ്രീ ബജറ്റ് ചർച്ചയും ഇതാദ്യമായാണെന്ന് നിർമ്മാതാവ് M രഞ്ജിത്ത് പറഞ്ഞു. സിനിമയെ വ്യവസായമായി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തയ്യാറാക്കിയ സിനിമാ നയം അംഗീകരിച്ചിരുന്നു. എന്നാൽ ആ നയത്തെ പുതിയ സർക്കാർ എങ്ങനെ സമീപിക്കുന്നു എന്നതാണ് പ്രധാനം. താരസംഘടനയെ അമ്മയിലെ തർക്കങ്ങളിൽ സർക്കാർ ഇടപെടില്ല. കാലവർഷം കേരളത്തിൽ തൊടുമെന്ന് കരുതുന്ന ബുധനാഴ്ചയും വ്യാഴാഴ്ചയും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ജാഗ്രതയുടെ ഭാഗമായി ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബുധനാഴ്ച ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലും വ്യാഴാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലുമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് അനുകൂലമായ സാഹചര്യം നിലനിൽക്കുന്നതായാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. സംസ്ഥാനത്ത് സ്വർണ്ണവില ഗ്രാമിന് 75 രൂപയും പവന് 600 രൂപയും കുറഞ്ഞു. ഇതോടെ സ്വർണം ഗ്രാമിന് 14,320 രൂപയും പവന് 1,14,560 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 65 രൂപ കുറഞ്ഞ് 11,765 രൂപയായി. പവന് 520 രൂപ കുറഞ്ഞ് 94,120 രൂപയായി. വെള്ളി ഗ്രാമിന് 285 രൂപയിലാണ് വ്യാപാരം. ഇതോടെ 1 മണി വാർത്ത സമാപിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് അപ്ഡേറ്റ്സ് കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.